ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് അവനെ കാണണം, മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങൾ അവനോട് ചെയ്ത മിഥ്യ അവബോധമെല്ലാം തുടച്ചു നീക്കി ഒരു നവയുഗത്തിന് ഞങ്ങൾ തുടക്കം കൊടുക്കാം. ആ നവയുഗത്തിന് എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണം. രാഷ്ട്രം നിർമ്മിക്കുന്നവരും വിദ്യ കൊടുക്കുന്നവരും അഭ്യസിക്കുന്നവരും നിങ്ങളും ഞാനും ഒരുപോലെ പരസ്പരം മനസ്സിലാക്കണം. സമൂഹത്തിലുണ്ടാകുന്ന ഓരോ അധാർമികയ്ക്കും എതിരായി പോരാടണം. അതിന് നാം തുടക്കം കുറിക്കേണ്ടത് ഇന്നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോട് ഒരുമിച്ചാണ്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ദൈവത്തിന്റെ അനന്തകാരുണ്യവും സ്നേഹവും സ്പർശനത്തിലൂടെ നൽകിയ ബുദ്ധിയും ശക്തിയും കൊണ്ട് ഭൂഗോളത്തെ വിരൽത്തുമ്പിൽ നിർത്താൻ മനുഷ്യൻ യത്നിക്കുമ്പോൾ അവൻ സ്വന്തം പരിമിതികൾ വിസ്മരിക്കപ്പെടുകയാണ്. ശാസ്ത്രീയ പുരോഗതിയുടെ ഉന്നതിയിൽ മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ എല്ലാം ദൈവദാനമാണെന്ന സത്യവും വിസ്മൃതിയിലാഴ്ത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാശത്തിന്റെ വ്യാപ്തിയും ആഴവും ആനുപാതികമായി വിപുലപ്പെടുന്നതായും കാണാം. മനുഷ്യന്റെ പ്രവൃത്തിപഥത്തിലെ വേഗത ആയുസ്സിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നതായും കാണാം. എല്ലാ തലങ്ങളിലും ലോകം വികസനത്തിന്റെ ശൃംഗങ്ങൾ കീഴടക്കുമ്പോഴും ഈ തലമുറയും അഹംഭാവത്തിൽ മുഴുകി നാശം കൊല്ലുന്നു. ഓ, ശാസ്ത്രത്തിന് വന്നൊരു മാറ്റം. സമൂഹത്തിലെ ഒരു കൂട്ടം ഉന്നതരിൽ നിന്ന് വൈജ്ഞാനിക ശാസ്ത്രത്തിലേക്ക്. ഓ, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? കണ്ടിട്ട് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇതുവഴി ആരും വരുമെന്ന് തോന്നുന്നില്ല. നമുക്കിവിടെയും പാടി അറിയിക്കാം, ശാസ്ത്രത്തിന് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ലെന്ന്. അത് കൊള്ളാം. വിജ്ഞാനം പാവിയും ശാസ്ത്രത്തിൻ ഭാഗം, സ്നേഹമാണേ ശാസ്ത്രത്തിൻ നേട്ടം. ശാസ്ത്രമെന്നും നമ്മോടൊപ്പം, ശാസ്ത്രമെന്നും നമ്മോടൊപ്പം, ശാസ്ത്രമെന്നും നമ്മോടൊപ്പം. നമ്മുടെ നാടുവാഴും നേതാക്കൾ എഴുന്നള്ളുന്നു. നാട് ഭരിക്കുന്ന നേതാക്കൾ നീണാൾ വാഴുക. നമ്മുടെ വോട്ട് വാങ്ങി നമ്മെ ഭരിക്കുന്ന നേതാക്കൾ നീണാൾ വാഴുക. വാഴുക വാഴുക, നീണാൾ വാഴുക. വണക്കം വണക്കം. നമ്മുടെ പ്രജകൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ? നമ്മുടെ പ്രജകൾക്കെല്ലാം സുഖം തന്നെയല്ലേ? പ്രജാതൽപരരായ നേതാക്കളുടെ സ്നേഹം നാട്ടിലെങ്ങും കളിയാടുന്നു. ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന ജനം. മദ്യസംസ്കാരത്തിന്റെ അലയിൽ ജനങ്ങളെല്ലാം നൃത്തമാടുന്നു. പ്രജകളെല്ലാം പട്ടിണിയാൽ സമ്പൽ സമൃദ്ധം. എവിടെയും കള്ളവും ചതിയും രാഷ്ട്രീയ വൈരാഗ്യവും മാത്രം. കൈനീട്ടിക്കൊണ്ട് പറഞ്ഞെടുക്കുന്ന രോഗീ തൽപരരായ ഡോക്ടർമാർ. ചിരിക്കാൻ ആളില്ല, ചിരിപ്പിക്കാൻ നേരവുമില്ല. തിരക്കോട് തിരക്കുമാത്രം. ക്ഷേമം ക്ഷേമം, നാട്ടിലും വീട്ടിലും ക്ഷേമം മാത്രം. സമൂഹത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് ഉറക്കെ തുമ്മിയാ മതി, അതിനെ പെരുപ്പിച്ചു കാണിച്ച് അവരെ ഇക്കിളിപ്പെടുത്തി അവരുടെ വികാരങ്ങളെ പടക്കുതിരി പോലെ വിളറി പിടിപ്പിക്കുന്ന ഇവർക്ക് ഇവിടെ എന്താണോ കാര്യം? നമുക്ക് നോക്കാം. ഇതാ നോക്കൂ, നമ്മുടെ ശാസ്ത്രത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. ഇവനെ രക്ഷിക്കുവാൻ നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എന്ത് ശാസ്ത്രമോ? ബലക്ഷയമോ? അതേ, ബലക്ഷയം. ഇതിനു മരുന്നില്ല, മന്ത്രമില്ല. എന്തുണ്ടെന്ന് നാം കണ്ടുപിടിക്കണം. ഞങ്ങൾ ഖേദിക്കുന്നു, ഞങ്ങൾ ദുഃഖിക്കുന്നു. അവശനായി ശാസ്ത്രത്തെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ സമ്പുഷ്ടമാക്കാം. ചിറകൊടുങ്ങിയവനെ ഞങ്ങൾ ഏറ്റെടുക്കാം. ഇവൻ ഞങ്ങളോട് ചേർന്നാൽ പിന്നെ സമത്വസുന്ദരമായ രാഷ്ട്രം ഞങ്ങൾ നിർമ്മിക്കും. സമത്വസുന്ദരമായൊരു ലോകം നിർമ്മിക്കാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ കഴിയുകയില്ല. അതിന് നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരുമിക്കുകയോ? അതും ഞങ്ങളോ? അതും ഒരു പുതുലോകം നിർമ്മിക്കാൻ വിഭജിക്കണം. വിഭജിക്കുകയോ? അതെ, വിഭജിച്ച് വിഭജിച്ച് മനുഷ്യൻ തമ്മിൽ തെറ്റി ശക്തി ക്ഷയിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കും. പിന്നെ ഞങ്ങളുടേതാണ് ഈ ലോകം. ഇല്ല, ഞങ്ങൾ ഇതിന് അനുവദിക്കുകയില്ല. വരൂ, നമുക്ക് നമ്മുടെ നാടിനെ ബോധവൽക്കരിക്കാം. അതെ, ഈ ഇക്കിളി രാഷ്ട്രീയത്തിൽ നിന്നും നമുക്കവരെ രക്ഷിക്കാം. രക്ഷപ്പെട്ടു സോദരരെ, രക്ഷപ്പെട്ടു. അവർ ആ ശാസ്ത്രത്തെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ആരാണാവോ അവരുടെ അടുത്ത ഇര? നമുക്ക് കാണാം. ജനമിന്ന് ചൂഷണത്തിന്റെ പിടിയിലാണ്.
രാഷ്ട്രീയത്തിന്റെ നീരാളിപ്പിടുത്തത്തിലാണെന്ന് സാരം. അധികാരമുറപ്പിക്കാൻ എന്ത് ഹീനകൃത്യത്തിനും ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ സാരഥ്യം, പ്രലോഭനങ്ങളിൽ വീഴ്ത്തി പട്ടിണിപ്പാവങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾ. സത്യം ഇവിടെ മരിക്കുന്നു. ശാസ്ത്ര സാമൂഹ്യ സാംസ്കാരിക തലങ്ങൾ ജീവച്ഛവം പോലെ വിറങ്ങലിച്ചു നിൽക്കുന്നു ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി. ഹേ രാഷ്ട്രനിർമ്മാതാവേ, നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ശാസ്ത്രവും മനുഷ്യനും ഒന്നാണ്. പ്രപഞ്ചവും ശാസ്ത്രവും സൃഷ്ടാവും മനുഷ്യനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, ഒരു കണ്ണ് നശിച്ചാൽ എല്ലാം നശിക്കും. കാലിനടിയിലെ മണ്ണൊലിച്ചു പോയാൽ നിലനിൽപ്പിന് വേണ്ടി നെരിവിരി കൊള്ളുന്നവനെ പോലെയാണ് ഈ ലോകം. വൃക്ഷങ്ങൾ വെട്ടിനശിപ്പിച്ചും മരങ്ങൾ വെട്ടിമുറിച്ചും പാറ പൊട്ടിച്ചെറിഞ്ഞും മലനിരകൾ അപ്രത്യക്ഷമാക്കിയും ഭൂഗർഭജലം ദുർവിനിയോഗം മൂലം പരിസ്ഥിതി അസന്തുലിതമാകുമ്പോൾ ശാസ്ത്രം നശിക്കുന്നു, അതിലൂടെ മനുഷ്യരും നശിക്കുന്നു. മറുവശത്ത് മതത്തിന്റെ അന്തസ്സത്ത് നശിപ്പിച്ചുകൊണ്ട് മത തീവ്രവാദം ഉടലെടുക്കുന്നു, സാഹോദര്യം നശിക്കുന്നു. അവിടെ വിദ്വേഷം, വിളർപ്പ്, പക എന്നിവയെല്ലാം ഉടലെടുക്കുന്നു. മനുഷ്യനും തമ്മിൽ അകലുന്നു. അവൻ ശാസ്ത്രത്തിന്റെ ഇരുണ്ട വശങ്ങളിലേക്ക് കയ്യെത്തിപ്പിടിച്ച് അണുവായുധങ്ങളും അതുപോലുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ തകരുന്നു, ശാസ്ത്രം തകരുന്നു. കച്ചവട ലക്ഷ്യം മാത്രം മുൻനിർത്തി മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിന്റെ അധപതനത്തിന്റെ ആധിപത്യം അവിടെ ആരംഭിക്കുന്നു. മനുഷ്യ അന്തസ് രോഗാവസ്ഥയിലും നഷ്ടമാകാതെ കാത്തു സൂക്ഷിക്കുന്നതിന് രോഗികൾക്ക് മേലുള്ള അവകാശമാണ് ഒരു ഡോക്ടറെ നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ ഇന്ന് കൃത്യമായ രോഗനിർണയമില്ലാത്തതിനാൽ മാത്രമല്ല രോഗികൾ മരിക്കുന്നത്. ഡോക്ടറിന്റെ അനാസയും ബന്ധും അഴിമതിയും താഴ്ന്നവനെന്ന വേർതിരിവും കൈക്കൂലി നൽകാത്തതിനാലും ഓരോ രോഗിയും പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് മെഡിക്കൽ നിയമത്തിനെതിരും മനുഷ്യജീവനോടുള്ള വെല്ലുവിളിയുമാണ്. ആതുര സേവന നിയമങ്ങൾ മനസ്സിലാക്കാതെയും മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകാതെയുമുള്ള ചില ഡോക്ടേഴ്സിന്റെ പ്രവണതയെ നാം എങ്ങനെയാണ് അപലപിക്കുക? ഈ മരണ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് മോചനം വേണ്ടയോ? നിസ്വാർത്ഥ സേവനവും മനോഭാവവും ജീവിത പ്രതിബദ്ധതയുമുള്ള ഒരു നല്ല നേതൃത്വ നിര ഉയർന്നു വന്നാൽ മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയൂ. ഒരു സ്നേഹ സംസ്കാരം വാർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഭക്ഷണ പദാർത്ഥങ്ങളിലും മറ്റുൽപ്പന്നങ്ങളിലും മായം കലർത്തി മായാജാല പ്രവർത്തനങ്ങൾ കാണിച്ച് മനുഷ്യന് ശവക്കുഴി തോണ്ടുന്നവർ മരണ സംസ്കാരത്തെ സ്വലാഭത്തിനായി ക്ഷണിച്ചു വരുത്തുന്നു. ജ്ഞാനം സ്വീകരിക്കണം. അതെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിലേക്ക് പ്രപഞ്ചപൂരിതനായി കടന്നു വന്ന ആ പ്രപഞ്ച ഗുരുവിനെ, അവനാണ് ശാസ്ത്രത്തിന്റെ അടിത്തറ, അവനാണ് മതാത്മതയുടെ പ്രതീകം. എല്ലാം അവനിലൂടെ നിർഗളിക്കുന്നു. അവനെ സ്വീകരിക്കുന്നവൻ സ്വജീവിതം ബലിയായി നൽകും, സഹോദരങ്ങളെ തുല്യരായി കാണും. ഓരോരുത്തരും ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് കുതിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പും കോപവും എല്ലാം മാറി നാം എല്ലാവരും ഒന്നായി മാറും, ഒരേ ലക്ഷ്യത്തിനായി പ്രയത്നിക്കും. അങ്ങനെ ശാസ്ത്രം പുരോഗതിയുടെ അതിർവരമ്പുകൾ മറികടന്നുകൊണ്ട് ഉയരങ്ങളിലേക്ക് കൈയടക്കും. അതോടൊപ്പം മനുഷ്യരെല്ലാവരും ഒന്നായി മാറും. അവിടെ വർണ്ണവർഗ വിവേചനമില്ല, മതവിദ്വേഷമില്ല, രാഷ്ട്രീയ വൈരാഗ്യമില്ല. അങ്ങനെ മനുഷ്യൻ ദൈവിക മനുഷ്യനായി മാറും. ഓരോരുത്തരും നയിക്കുവാനും നയിക്കപ്പെടുവാനും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും തയ്യാറായി മുന്നോട്ട് വരും. ഇനി ഞാൻ എന്തിന് ലോകത്തെ കാണാതിരിക്കണം? ഇനിയാണ് ഈ ലോകത്തെ കാണേണ്ടത്, ജീവിതം ആസ്വദിക്കേണ്ടത്, ഉയരങ്ങൾ കീഴടക്കേണ്ടത്. വരൂ, നമുക്ക് ആഘോഷിക്കാം ഈ സമുന്നയ സംസ്കൃതി. നാട്ടാരേ ഓടിവരൂ, വിട്ടാരേ ഓടിവരൂ, നമ്മളെല്ലാം ഒന്നല്ലോ, ഇനി നമ്മളെല്ലാം ഒന്നല്ലോ, നമ്മളെല്ലാം ഒന്നല്ലോ, ഇനി നമ്മളെല്ലാം ഒന്നല്ലോ. ഓരോ കണ്ടുപിടുത്തവും നിങ്ങൾ നടത്തുമ്പോൾ സൃഷ്ടാവിലേക്ക് അടുക്കുന്നു. അതെ,
അവിടുത്തെ പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്ന ദൗത്യം മാത്രമേ നിങ്ങൾ നിർവഹിക്കുന്നുള്ളൂ. ഇനിയും സ്റ്റാർ വാറുകളും ആറ്റം ബോംബും അതിലുപരി നിങ്ങളുടെ നശീകരണ ബുദ്ധിയും പ്രവർത്തിച്ചാൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഈ സുന്ദരമായ പ്രപഞ്ചം എന്നേക്കുമായി തകർന്നുടയും. അങ്ങനെയായാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അസ്ഥികൾക്ക് പോലും നിലനിൽപ്പുണ്ടാവുകയില്ല. തിരിച്ചറിയൂ ഈ മരണ സംസ്കാരത്തെ. പടുത്തുയർത്തു ഒരു സ്നേഹ സംസ്കാരം. വരൂ, നമുക്കും ദൈവിക മനുഷ്യരാകാം. അങ്ങനെ സമുന്നയ സംസ്കൃതി ഉണരട്ടെ. ഓടി വരുവിൻ വിട്ടാരേ, ഓടി വരുവിൻ. നമ്മളെല്ലാം ഒന്നല്ലോ, ഇനി നമ്മളെല്ലാം ഒന്നല്ലോ. നമ്മളെല്ലാം ഒന്നല്ലോ, ഇനി നമ്മളെല്ലാം ഒന്നല്ലോ. ഒന്നാണ് ഇനി ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്. ഒന്നാണ് ഇനി ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്. ഒന്നാണ് ഇനി ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്. ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം മനുഷ്യർക്ക് ലഭിക്കുന്ന ബുദ്ധിശക്തിയിൽ അഹങ്കരിക്കുന്നതിനു പകരം ദൈവഭക്തിയിൽ വിധേയപ്പെടണം. ഭക്തിയുടെ ഉറവിടമാണ് ജ്ഞാനം. സർവത്തിന്റെയും സമന്വയമാണ് ദൈവം.